ഇത്രയും വലിയ വണ്ടിയിൽ എന്ത് സാധനമാണ് കൊണ്ടുവന്നതെന്ന് നോക്കി ഞങ്ങൾ നിൽക്കുകയാണേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തു ഇങ്ങോട്ടല്ല, ഈ വീട്ടിലോട്ടല്ല, വേറെ അപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ ആയിരിക്കുമെന്ന് ഓർത്തു. അപ്പം ഇവിടെ വന്ന് പേര് പറഞ്ഞപ്പം ഞങ്ങൾ ചെന്നു കേട്ടോ. ചെന്ന് മേടിച്ചുകൊണ്ട് വരുവാണേ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോയാണ്. നമ്മുടെ കുഞ്ഞിക്കുട്ടികൾക്ക് 2 പേർക്കും വെള്ളത്തിൽ കളിക്കാൻ ഒരു പൂള് വാങ്ങിക്കട്ടോ, സ്വിമ്മിങ് പൂൾ. അവർക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ ചൂടത്ത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നു, പപ്പ എനിക്ക് സ്വിമ്മിങ് പൂള് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. നേരിട്ട് കടയിൽ ചോദിച്ചപ്പോൾ നല്ല വിലയായിരുന്നു. അപ്പോൾ നമ്മളത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണേ. അപ്പോൾ നമുക്കിത് കാണാവേ. ശരിക്കും ഈ വലിയ വണ്ടി വന്ന് നിന്നപ്പം ഞങ്ങൾ തന്നെ ഓർത്ത് എന്തുവാ കൊണ്ടിരുന്നതെന്ന് ഓർത്ത്. ബൈക്കിലൊക്കെ ആണല്ലോ സാധാരണ വരുന്നത്. അപ്പം അല്ലെങ്കിൽ ഇച്ചിരൂടെ വലിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിയ വണ്ടി വരാറുണ്ട്. മറ്റേ ജിം റൂട്ടിൻ്റെ വണ്ടികളും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ വലിയ വണ്ടിയിലാണ് വന്നത്. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് വന്ന് നിന്നപ്പോഴേക്ക് എന്താണെന്ന് ഓർത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയതാണേ. അപ്പം പിന്നെ ചേട്ടൻ്റെ പേര് പറഞ്ഞു ഞങ്ങൾ വാങ്ങി കേട്ടോ. റേറ്റൊക്കെ കടയിൽ ചോദിച്ചെങ്കിലും ആമസോണിൽ ഓർഡർ ചെയ്തു എന്നുള്ളത് അറിഞ്ഞില്ല കേട്ടോ, പറഞ്ഞില്ല. ഇത് പൊട്ടിക്കണമെന്നും പറഞ്ഞ് ഇവർ 2 പേരും നല്ല ബഹളമാണ്. ഒരാൾ അറിയാവുന്ന പോലൊക്കെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്, മറ്റേ ആൾ പൊട്ടിക്കണമെന്ന് പറയുന്നുമുണ്ട്. ഞാൻ പപ്പ വന്നിട്ട് പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ കവറൊക്കെ പൊട്ടിച്ച് പിന്നെ അടുത്ത പാക്കറ്റ് പൊട്ടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പപ്പ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഹസ് വന്ന് പൊട്ടിക്കുകയാണ്. ഏതായാലും അതുവരെ അവർ വെയിറ്റ് ചെയ്തു. 2 പേരും അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ്. ആൾക്ക് വെള്ളത്തിൽ കളിക്കുക, 2 പേർക്കും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വെള്ളത്തിൽ കളിക്കുക. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പം ഇതിൻ്റെ വലുപ്പമൊക്കെ ഒരു ഡൗട്ട് വന്നായിരുന്നേ. അപ്പം തീരെ കുഞ്ഞായിരിക്കുമോ, എങ്ങനെയായിരിക്കും, അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഡൗട്ട് വരും ഇത് എത്രയുണ്ട് എന്നുള്ളത്. അപ്പം ആവശ്യത്തിന് നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിന് എയർ അടിക്കാനുള്ള മെഷീനും വാങ്ങിച്ചായിരുന്നേ, പമ്പ്. ചേട്ടനാണെങ്കിൽ അതിൻ്റെ പുറത്തെ ക്യാപ്പേ വെച്ച് എയർ അടിക്കുകയൊക്കെയാണ്. എനിക്കറിയത്തില്ല എന്തോ. അത് കഴിഞ്ഞ് അത് മാറ്റി നമ്മൾ പിന്നെ ശരിയാക്കിയത്. 3 അളവിനനുസരിച്ചുള്ള നോസിൽസാണ് കിട്ടിയേക്കുന്നത്. 3 അളവെന്ന് പറഞ്ഞാൽ 3 വലിപ്പം. ഇതിപ്പം വലിയ നോസിൽ, വലിയ ഓപ്പണിംഗ് ഉള്ളത് ഡയറക്റ്റ് നമുക്ക് ഇതിങ്ങനെയുള്ള സാധനങ്ങളിൽ എയർ അടിക്കാം. ചെറുതൊക്കെ ചെറിയ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ അതിനനുസരിച്ച് ചില ബോളുകളൊക്കെ എയർ അടിക്കുന്നുണ്ടല്ലോ, അങ്ങനെ എയർ അടിക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ. അത് 3 ഡിഫറെൻറ്റ് വ്യത്യസ്ത നോസിൽസാണ്, വ്യത്യസ്ത വലിപ്പം. ഇതാ കണ്ടോ, അത് ഡയറക്റ്റ് അങ്ങ് വെച്ചാൽ മതിയേ. മറ്റ് ചെറിയ സാധനം വെക്കേണ്ട ഒരു കാര്യവും ഇല്ല. ആ ചെറിയത് കണക്ട് ചെയ്യുമ്പം എയർ പുറത്തോട്ട് പോവാണ്. ഇതാണ് കണ്ടോ, അത് കണക്ട് ചെയ്യുമ്പോൾ എയർ പുറത്തോട്ട് പോകും. അപ്പോൾ അത് ഊരി മാറ്റിയിട്ട് മറ്റേ ഡയറക്റ്റ് വെക്കുക കേട്ടോ. അതിനുള്ള കറക്റ്റ് ഫിറ്റിലാണ് അതിരിക്കുന്നത്. ഞാനിപ്പോൾ വീഡിയോയിൽ നോക്കി ചെയ്തുകൊണ്ട് തല തിരിഞ്ഞു പോയി. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കാറ്റടിക്കുക. കുറച്ച് സമയം എടുക്കും. ഇത് ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇവിടെ ഇങ്ങനെ. അതുവഴി നമ്മൾ പിള്ളേരുടെ കളിയും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് വെള്ളം അതുവഴി കളയുന്നതാണ്. ഇതെന്തായാലും സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ എന്തായാലും മുട്ടുകയോ തട്ടുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഇത് വീണ് കഴിഞ്ഞാൽ പോക്കാകും കേട്ടോ. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോ മറ്റ് കൂർത്ത സാധനങ്ങൾ എന്ത് തട്ടിയാലും അതിന് പോറൽ വരും, പിന്നെ കിഴുത്ത വീഴും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം
ഇത് കൈകാര്യം ചെയ്യാൻ. ഞങ്ങളിത് എയർ അടിച്ചപ്പോൾ തന്നെ വേറൊരു സ്പോഞ്ച് പോലത്തെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ എയർ അടിക്കുന്നത്. പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുമ്പോഴും ആ ഒരു സാധനം വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടാണ്. ബൈ ചാൻസ് വല്ല പാറയോ വല്ലതും താഴെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഇത് വീണാൽ മതി. ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തില്ല, വെള്ളത്തിൽ കളിക്കണതാണ്. വേറെ ഭയങ്കര നേരം പൈപ്പിൻ്റെ ചോട്ടിലാണ്. പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് മാറത്തില്ല കേട്ടോ. എൻ്റെ നിന്ന് എപ്പോഴും വഴക്ക് കേൾക്കാനേ ഉള്ളൂ നേരം ഈ വെള്ളത്തിൽ കളി കാരണമേ. പൈപ്പ് ഓണാക്കി വെക്കുക, വെള്ളത്തിൽ കളിക്കുക, ഇത് തന്നെ പരിപാടി. അപ്പം നമ്മൾ അവർക്ക് ഹാപ്പി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കും കേട്ടോ. ഇത് ഓർഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരിക്കുമായിരുന്നു. ഓർഡർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് സാധനം വീട്ടിൽ വന്നു കേട്ടോ. വലിയ ആൾക്കാർക്കും ഇതിനകത്ത് ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ പറ്റിയ വലുപ്പമുണ്ട് ഇതിന് കേട്ടോ. വെള്ളത്തിലോട്ടെടുത്ത് ചാടുകയൊന്നും ചെയ്യരുതെന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ട്. കാരണം എയർ ആണല്ലോ, കുട്ടി വല്ലതും പോയി കഴിഞ്ഞാൽ പൈസ വേസ്റ്റ് ആവും, അത്രയേ ഉള്ളൂ. കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി വെള്ളം നിറച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ ചൂട് സമയത്ത് ഇങ്ങനെ ഇവർ ഈ വെള്ളത്തിൽ കളിച്ചിട്ട് ഒത്തിരി വെള്ളമുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പം ഓർക്കും കുറച്ചേ ഉള്ളൂ എന്ന്. ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിപ്പോൾ ഒത്തിരി വെള്ളമുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ വെള്ളം വേസ്റ്റ് ചെയ്യത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ വെള്ളം എല്ലാ ചെടിക്കും ഞാനെടുത്ത് ഒഴിക്കും. നല്ല പണിയാണേ. എന്നിട്ട് ഇത് പുറത്തും വെക്കത്തില്ല, ഞാനിത് അകത്ത് കൊണ്ടുപോയി വെക്കത്തുള്ളേ. വല്ല പൂച്ചയോ ഇതിൻ്റെ മുകളിൽ കൂടെ ഓടിയും ചാടി അതിൻ്റെ നഖമോ വല്ലതും കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ തീരുവേ. അപ്പം ഞാനിത് എന്നുമല്ല ഇവർ ഉപയോഗിക്കുന്ന ദിവസം എടുത്ത് ഉപയോഗം കഴിഞ്ഞിട്ട് എടുത്ത് അകത്ത് കൊണ്ട് വെക്കും. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാൻ എപ്പോഴും ഓൺലൈനാണ് നല്ലത്. ഞാനങ്ങനെ കൂടുതൽ ഓൺലൈൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. എല്ലാ കടയിലും എല്ലാവരും വിൽപ്പനക്കാർ തന്നെയാണ്. പക്ഷേ നമ്മുടെ പൈസ അനുസരിച്ച് വേണമല്ലോ നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ഇത് ഓൺലൈനിൽ വില കുറവാണ്. കടകളിൽ ഞാൻ ജിംബ്രൂട്ടിന് പല വണ്ടികളും ഒക്കെ എടുക്കുന്ന സമയത്ത് ഓൺലൈനിലാണ് ഞാൻ എടുക്കുന്ന എന്തോ സാധനം മേടിച്ചാലും ഇപ്പം ജിംബ്രൂട്ടൻ വെച്ചിരിക്കുന്ന തൊപ്പി തന്നെ അതും ഓൺലൈനിലാണ്. അല്ലാതെ കടയിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. തീരെ വില കുറവുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ നല്ല ഉപയോഗമാണ്. എവിടെ വീണാലും ഈ തൊപ്പി വെച്ചുകൊണ്ടേ വീഴത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ തലയ്ക്ക്. സാധാരണക്കാരെ ഓർത്ത് മാത്രം പറഞ്ഞതാണ്. നമ്മുടെ പെൺകുട്ടി അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷേ വാവാച്ചൻ അടങ്ങിയിരിക്കുന്നില്ല. ഇങ്ങോട്ടിറങ്ങുക, പിന്നെയും വെള്ളത്തിലോട്ട് ചാടുക, പിന്നെ ഇറങ്ങുക, പിന്നെയും ചാടുക. ഇത് തന്നെയായിരുന്നു പരിപാടി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടിട്ട് നമ്മുടെ ജിംബ്രൂട്ടി പറഞ്ഞിട്ടുണ്ട്, മമ്മി ഞാൻ ലൈക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയട്ടെ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ടാറ്റയൊക്കെ പറഞ്ഞ് ജിംബ്രൂട്ടിയാണ് കേട്ടോ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ. ഓക്കേ, സീ യു.